ഒരു മനുഷ്യന് സാമൂഹ്യമായിട്ട് ജീവിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ വരാവുന്നത് അതിനെല്ലാം പരിഹാരമായിട്ട് താന്ത്രിക് റേക്കിയാണ് ഏറ്റവും നല്ലത്. നമസ്കാരം. നമസ്കാരം. അലക്സാഞ്ചന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ അമ്മിണി എസ് ഗുരുവായൂരാണ്. പേര് കേൾക്കുന്നത് പോലെ ഗുരുവായൂർ തന്നെ താമസമാക്കിയ അല്ലെങ്കിൽ അനേകം ഹീലിങ്സും കാര്യങ്ങളും പഠനങ്ങളുമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ. ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് ആയുർവേദ കോളേജിലാണ് പഠിച്ചതും അതിനുശേഷമാണ് യോഗയിലേക്കും മറ്റനേകം ഹീലിങ്സിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ മാമിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രപഞ്ചമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലേ, അങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്. എന്ന് വെച്ചാൽ അത്രത്തോളം ഹീലിങ്സും അല്ലെങ്കിൽ പ്രാക്ടീസസുമാണ് പഠിച്ചു പോയിട്ടുള്ളത് അല്ലേ. അനേകരിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 3600 വിദ്യാർത്ഥികളല്ലേ അവരിലേക്ക് ഹീലിങ്സ് എത്തിക്കാൻ പറ്റിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം മാം 2001 യോഗ പഠിച്ചതെന്ന് പറയുന്നു. അതായത് എനിക്ക് തോന്നുന്നു ആയുർവേദം എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിനൊപ്പം തന്നെ യോഗ പലപ്പോഴും കോളേജിൽ പഠിപ്പിക്കാറുള്ളതാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് അതിലേക്ക് തിരിഞ്ഞു. പിന്നെയാണ് റേക്കി ഹീലിംഗ് പഠിച്ചത്. അത് താന്ത്രിക് റേക്കിയാണ്, അതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഓഷോ മെഡിറ്റേഷനിലേക്ക് വന്നു. NLP, സൈക്കോതെറാപ്പി, സുജോക് തെറാപ്പി, ഇങ്ങനെ അനേകം ഹീലിങ്സിലേക്ക് തിരിഞ്ഞു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മാമിന് നമ്മളോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതായത് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേരിലേക്ക് അത് എത്തിക്കാനും അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ മാം ഈ റേക്കി ഹീലിംഗ്, അതായത് താന്ത്രിക് റേക്കി ഹീലിംഗ് എന്നാണ് മാം പറയുന്നത്. നമ്മളൊക്കെ റേക്കി എന്നാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ താന്ത്രിക് റേക്കി ഹീലിംഗ് അതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ സാധാരണ കേൾക്കുന്ന റേക്കിയിൽ നിന്ന് വ്യത്യസ്തമാണോ? അപ്പം മാം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? സാധാരണ പറയുന്ന റേക്കി തന്നെയാണ്, പക്ഷെ അത് താന്ത്രിക് റേക്കിയാണ്. തന്ത്രശാസ്ത്രമാണ് റേക്കി. റേക്കിയുടെ മീനിങ് തന്നെ റേ മീൻസ് പ്രാപഞ്ചികം, കി മീൻസ് എനർജി. പ്രാപഞ്ചിക ജീവശക്തിയാണ് റേക്കി. അത് ജപ്പാനിൻ്റെ ഒരു ഭാഷ ആയതുകൊണ്ട് നമുക്ക് റേക്കി എന്ന് കേൾക്കുമ്പോൾ പ്രാപഞ്ചിക ശക്തി എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ താന്ത്രിക് റേക്കി എന്ന് പറയുക. തന്ത്രശാസ്ത്രം തന്നെയാണ് റേക്കി. നമ്മുടെ ഇന്ത്യയിലെ നിലവിലുള്ള തന്ത്രശാസ്ത്രവും ബൗദ്ധമതത്തിലൂടെ ലോകത്തെല്ലായിടത്തേക്കും വ്യാപിച്ചിട്ടുള്ള തന്ത്രശാസ്ത്രവും, അതായത് ലോട്ടസ് സൂത്ര, മഹായാന തന്ത്രം, മഹാവൈരോചന തന്ത്രം, ഈ തന്ത്രങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യൻ തന്ത്രവും തിബറ്റിലും മറ്റ് രാജ്യങ്ങൾ, ജപ്പാൻ, കൊറിയ, എല്ലാ രാജ്യങ്ങളിലുമുള്ള തന്ത്രശാസ്ത്രവും 10-28 വർഷം കൊണ്ട് പഠിച്ചതിന് ശേഷം ജപ്പാനിലെ മികാവു ഉസുയിയാണ് ഈ റെക്കി എന്നുള്ള രീതിയിൽ ഇതിനെ പുനരാവിഷ്കരിച്ചത്. തന്ത്രദീക്ഷയിലൂടെയാണ് ഒരു തന്ത്ര സാധകൻ ഉടലെടുക്കുന്നത്. തന്ത്രദീക്ഷയിലൂടെ മാത്രമേ ഒരാൾക്ക് ഈ റേക്കി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിലവിലുള്ള തന്ത്രശാസ്ത്രം 4 തരം ദീക്ഷയുണ്ട്. ക്രിയാവതി, വർണ്ണമയി, കലാവതി, വേദമയി. ഇങ്ങനെ 4 തരം ദീക്ഷയാണ് തന്ത്രശാസ്ത്രത്തിനുള്ളത്. അതിപ്പോൾ പൂണൂലിടുന്ന ആ ഒരു കർമ്മം ഉണ്ടല്ലോ, ഉപനയനം, അതുപോലെ ക്ഷേത്രത്തിൽ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അത് പ്രതിഷ്ഠ, ഇതെല്ലാം, അല്ലെങ്കിൽ പൂജാരിയാവാൻ ഉള്ളത്, തന്ത്രിയാവാനുള്ളത്, ഇതൊക്കെ ഈ തന്ത്രദീക്ഷയിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. ആ ഒരു പ്രകരണം തന്നെയാണ് റേക്കിയിലെ ദീക്ഷയും. പിന്നെ നമ്മൾ ദീക്ഷയിലൂടെ പഠിക്കുന്ന യന്ത്രവും മന്ത്രവുമുണ്ട്. അത് യന്ത്രം എന്ന് പറയുമ്പോൾ യന്ത്രവും മന്ത്രവും ചേരുന്നതാണ് തന്ത്രം. അപ്പോൾ നമ്മളെല്ലാവരും ആ തന്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മളുടെ രൂപം യന്ത്രവും നമ്മളുടെ പേര് മന്ത്രവും. ഇപ്പോൾ മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിൻ എന്നുള്ള ആ ഓർഗൻ യന്ത്രവും അതിൻ്റെ പേര് മന്ത്രവും. ഹൃദയം എന്നുള്ള ഓർഗൻ യന്ത്രവും പേര് മന്ത്രവും. ഇപ്പോൾ ഈ ഗ്ലാസ് എന്നുള്ളത് യന്ത്രവും അതിൻ്റെ ഗ്ലാസ് എന്നുള്ളതിൻ്റെ പേരെന്ന് പറയുന്നത് മന്ത്രമാണ്. ഇപ്പൊ നമ്മൾ ഏത് വസ്തുവിനെ എടുത്തോട്ടെ, അത് യന്ത്രവും പേര് മന്ത്രവും, അത് ചേരുന്നതാണ് ഒരു വസ്തു. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ, ഇപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റം, ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റം, അല്ലെങ്കിൽ ബാക്കി ഏത് ആറ്റങ്ങളും ആയിക്കോട്ടെ, ആ ഓരോ ആറ്റവും വ്യത്യസ്തമാണല്ലോ. അങ്ങനെ മന്ത്രം ഉണ്ടെന്നാണ് പറയാം. ഉണ്ട്. ആ യന്ത്രവും മന്ത്രവും ചേരുന്നതാണ് തന്ത്രം. അല്ലെങ്കിൽ ക്രിയായോഗയും കുണ്ടലിനി യോഗയും ചേരുന്നതാണ് തന്ത്രം. അപ്പോൾ ഈ യന്ത്രവും മന്ത്രവും കൊണ്ട് യൂണിവേഴ്സിൽ നിന്നും പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള എനർജിയെ നമ്മൾ എടുക്കുകയും അതിനെ ആംപ്ലിഫൈ ചെയ്ത് 1000 മടങ്ങ് ആംപ്ലിഫൈ ചെയ്ത് ലോകത്തെവിടേക്കും അയക്കാനും പറ്റുന്ന രീതിയിലാണ് റേക്കിയെ
ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രത്യേക ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അത് ഏതായിരിക്കും റേക്കിയുടെ ഒരു മന്ത്രത്തിന്റെ ഫ്രീക്വൻസി? ഇപ്പോൾ റേക്കിയിൽ നമ്മൾ ഫസ്റ്റ് ലെവൽ ദീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ സഹസ്രാരം ഓപ്പൺ ചെയ്യുക, കുണ്ടലിനി ശക്തിയെ ഓരോ ചക്രങ്ങളുടെയും മൂലാധാരത്തിൽ ഉണർത്തി ഉദ്ധാപനം ചെയ്ത ഓരോ ചക്രങ്ങളെയും കടന്ന് സഹസ്രാരത്തിലെത്തി യൂണിവേഴ്സിലേക്ക് ലയിപ്പിക്കുക എന്നുള്ള കർമ്മം ആണ് ആദ്യത്തെ ദീക്ഷ. അതിൽ ഈ 4 തരം ദീക്ഷകളിലും വേദമയ ദീക്ഷയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. ആ വേദമയ ദീക്ഷയാണ് റേക്കിയിലെ ആദ്യത്തെ ദീക്ഷ തന്നെ. അപ്പോൾ നമ്മൾ ആ ദീക്ഷയിലൂടെ തന്നെ നമ്മുടെ ഇതുവരെയുള്ള പാപകർമ്മ ഫലങ്ങൾ ക്ഷയിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്, തന്ത്രശാസ്ത്രം പറയുന്നത്. അങ്ങനെ ഫസ്റ്റ് ദീക്ഷയിലൂടെ നമ്മളെ ചാനലൈസ് ചെയ്യുന്നു, യൂണിവേഴ്സ് പവർ നമ്മളിലൂടെ സഹസ്രാരത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ ദീക്ഷയിലാണ് നമുക്ക് മന്ത്രദീക്ഷ. അതിലാണ് ഈ യന്ത്രവും മന്ത്രവും നമ്മുടെ സ്പിരിച്വൽ ബോഡിയിൽ നിക്ഷേപിക്കുന്നത്. അത് യൂണിവേഴ്സ് പവറിനെ റെപ്രസെന്റ് ചെയ്യുന്ന, നമ്മൾ പരാശക്തി എന്ന് പറയുന്ന ആ പ്രപഞ്ചശക്തി, അത് എനർജിയാണല്ലോ. ആ എനർജിയിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായി വരുന്നത്. ആ എനർജി ഒരിക്കലും ഈ കാണപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളും സർവ്വ ചരാചരങ്ങളും ഉടലെടുക്കുന്നത് ഈ പ്രപഞ്ചശക്തിയിൽ നിന്നാണെങ്കിലും ആ ശക്തി ഒരിക്കലും കുറയുന്നില്ല. നമ്മൾ ഓരോരുത്തരും പൂർണ്ണരുമായിരിക്കും. അതിന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നു, എനർജി can be neither be created nor destroyed. എന്നുവെച്ചാൽ ഒരിക്കലും അത് നശിക്കുന്നുമില്ല, പുതുതായി ഉണ്ടാവുന്നുമില്ല. അതായത് ഒരു ദീപം കത്തിച്ച് വെച്ചിട്ട് അതിൽ നിന്നും ലക്ഷക്കണക്കിന് ദീപങ്ങൾ അതിൽ നിന്ന് കത്തിപ്പോയാലും ആദ്യത്തെ ദീപം പൂർണ്ണം തന്നെ ആയിരിക്കും, കത്തിപ്പോയ ഓരോ ദീപവും പൂർണ്ണം ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രപഞ്ചശക്തിയെയാണ് നമ്മൾ പരാശക്തി എന്നും നമ്മൾ ഈശ്വരനെന്നും ഒക്കെ പറയുന്നത് ആ ശക്തിയാണ്. അതിൽ നിന്നും നമ്മളെല്ലാവരും ഉണ്ടായി വരുന്നു. അത് എനർജിയാണ്, നമ്മളെല്ലാവരും എനർജിയാണ്. പ്രത്യേക ആ പരാശക്തിയെ അല്ലെങ്കിൽ എനർജിയെ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന യന്ത്രമാണ് ആദ്യത്തെ ഒരു യന്ത്രം. എന്താണെന്ന് പറയില്ല കേട്ടോ, അത് ദീക്ഷ എടുക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ. അപ്പോൾ അതാണ് ആദ്യത്തെ യന്ത്രം. പിന്നെ പ്രപഞ്ചത്തിന് ബോധമുണ്ട്. നമ്മളിൽ എല്ലാ സർവ്വ ജീവജാലങ്ങളിലും ഉള്ള ബോധവും ഈ പ്രപഞ്ചത്തിന്റെ ബോധവും ഒന്ന് തന്നെയാണ്. ബോധം വെച്ചാൽ മനസ്സ് നമ്മൾ പറയും. ഇപ്പൊ മനസ്സെന്ന് പറയുന്ന ഒരു അവയവമല്ല, അതും എനർജി തന്നെയാണ്. അത് പ്രപഞ്ചത്തിൻ്റെയും നമ്മളുടെയും ബോധം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് മനസ്സിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ അണുത്വം അഥച്ച ഏകത്വം ദൗ ഗുണവും മനസ്സു സ്മൃത എന്ന് വെച്ചാൽ മനസ്സ് ഏകമാണ്, അണുവാണ്. ഏകം എന്ന് വെച്ചാൽ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന, സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ബോധം ഒന്നാണ്. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഇവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന എനർജിയാണല്ലോ. ഇപ്പോൾ മൊബൈല് നമ്മൾ കണ്ടുപിടിച്ചതാണ്. മൊബൈലിൽ നമ്മളൊരു വോയിസ് മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഏത് രാജ്യത്തിരിക്കുന്ന ആൾക്കാരിലേക്കും നമ്മൾ നേരിട്ട് സംസാരിക്കും പോലെ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റുന്നത് അത് ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എനർജി ഒന്ന് തന്നെ ആയതുകൊണ്ടാണ്. അത് ഈ ഭിത്തിയൊന്നും ബ്ലോക്കല്ല, ഒരു വിഘാതമേ അല്ല, ഒന്നും വിഘാതമല്ല. എത്ര മാത്രം ഉള്ളിലിരിക്കുകയാണെങ്കിലും അതിനെയും കടന്നു പോകും. കാരണം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന എനർജി ഒന്നായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ബോധത്തെ റെപ്രസെന്റ് ചെയ്യുന്ന യന്ത്രം ആണ് രണ്ടാമത്തേത്. പിന്നെ മൂന്നാമത്തേത് പ്രപഞ്ചത്തിന്റെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ദൂരം, കാലം. അപ്പോൾ ദൂരം എന്ന് വെച്ചാൽ ഏത് ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം, നമ്മൾക്ക് കൈയെത്തുന്ന ദൂരം, അങ്ങനെയുള്ള ഏത് ദൂരം. കാലമെന്ന് പറയുമ്പോൾ പാസ്റ്റ് ആവാം, ഫ്യൂച്ചർ ആവാം, അങ്ങനെ ഏത് കാലത്തിലേക്കും അപ്പോൾ പ്രപഞ്ചം മുഴുവനായല്ലോ. പ്രപഞ്ചശക്തി, പ്രപഞ്ചബോധം, ഈ ദൂരം, കാലം, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന യന്ത്രം, ദൂരത്തെയും കാലത്തെയും റെപ്രസെന്റ് ചെയ്യുന്ന യന്ത്രം. ഇതുകൊണ്ടാണ് നമ്മൾ എവിടെ ഇരിക്കുന്ന ആൾക്കും ഹീലിംഗ് ചെയ്യാൻ പറ്റുന്നത്. ആ യന്ത്രം നമ്മൾ വിഷ്വലൈസ് ചെയ്ത് മന്ത്രം പറഞ്ഞുകൊണ്ട് എവിടെ ഇരിക്കുന്ന ആളും നമ്മുടെ മുന്നിലുണ്ടെന്ന് നമ്മൾ ശക്തമായി സങ്കല്പിച്ച് അവരെ മുന്നിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ റെക്കി ഹീലിംഗ് കൊടുക്കുന്നത്. അത് ഓരോരോ സ്റ്റേജ് ആയിട്ടാണോ? അതെങ്ങനെയാണ്? ഇപ്പൊ ആദ്യം ഫസ്റ്റ് ക്ലാസ് എടുക്കുന്ന ആൾക്ക് ആദ്യത്തെ ദീക്ഷ അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ പഠിച്ചതും ഞാൻ കൊടുക്കുന്നതും ഫസ്റ്റും സെക്കൻഡും ലെവൽ ഒരുമിച്ച് കൊടുക്കും. ആദ്യത്തെ ദീക്ഷ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടേ പലരും സെക്കൻഡ് ദീക്ഷ കൊടുക്കാറുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, സെക്കൻഡ് ഫസ്റ്റ് ഒരുമിച്ച്.
കാരണം സെക്കൻഡ് കിട്ടാതെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ യന്ത്രവും മന്ത്രവും കിട്ടാതെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടി 21 days സെൽഫ് പ്യൂരിഫിക്കേഷൻ, സെൽഫ് ഹീലിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ ഒരു പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു സാധകനായി മാറുന്നു. അതിനുശേഷം മാത്രമേ നമ്മൾ പുറത്തൊരാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നുള്ളൂ. സിമ്പിൾസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. കാരണം വിദേശികൾ ഇത് ഇപ്പൊ യോഗശാസ്ത്രം പറയുമ്പോൾ അവര് വൃക്ഷാസനം എന്ന് പറയുമ്പോൾ അവര് ഇംഗ്ലീഷിലാണ് ആ പേര് പറയുക. അപ്പോൾ അങ്ങനെ ഓരോന്നവർ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ഇതിനും യന്ത്രവും മന്ത്രവും സിമ്പിൾസ് എന്ന് പറയുന്നത് കൊണ്ടാണ്, അത് കേട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് തന്ത്രമാണെന്നും യന്ത്രവും മന്ത്രവുമാണ് അതെ അങ്ങനെ കേൾക്കുന്നത് കൊണ്ടാണ്. പിന്നെ നമ്മൾ എനർജി, നമ്മുടെ ശരീരം എനർജി മാത്രം ആണെന്ന് നമുക്ക് മനസ്സിലാവാത്തതും എനർജി ഹീലിങ്ങിനെ കുറിച്ച് ആൾക്കാർക്ക് മനസ്സിലാവാത്തതും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതും എന്താണെന്നറിയോ? ഇപ്പൊ ഈ നമ്മുടെ ശരീരം നമ്മൾ വിചാരിക്കുന്ന ഒരു സോളിഡ് ആണെന്നാണ്, അല്ലെ? ഒരു മാംസപിണ്ഡം നമ്മൾ അങ്ങനെ കരുതുന്നു. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒന്ന് കണ്ണടച്ചിരുന്നൊന്ന് ഞാൻ പറയുന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഊർജം ആണ്. ഇവിടെ വാതക രൂപത്തിലുള്ള ആറ്റമൊക്കെ ഇവിടെയുണ്ട്, ആകാശത്തിലുണ്ട്. ഈ ഊർജത്തിൽ തന്നെ ഉരുത്തിരിഞ്ഞു വന്ന നമ്മളെല്ലാവരും, അതായത് മാറ്റർ ഈസ് സോളിഡ് എനർജി എന്ന് പറയും. മാറ്റർ, എല്ലാ വസ്തുക്കളും എനർജിയുടെ സോളിഡ് ആയിട്ടുള്ള രൂപം ആണ്. എക്സാമ്പിൾ, ഹൈഡ്രജനും ഓക്സിജനും വാതകമായിരുന്നു, കാണാൻ പറ്റാത്ത സൂക്ഷ്മമായിട്ടുള്ള വാതകമായിരുന്നു. അത് രണ്ടും കൂടെ ചേർന്നപ്പോൾ കാണാൻ പറ്റുന്ന വെള്ളം ലിക്വിഡായി. അതുപോലെയാണ് നമ്മളെല്ലാവരും. പഞ്ചഭൂതാത്മകമാണ് നമ്മുടെ ശരീരം. പൃഥ്വി, അപ്, തേജസ്, വായു, ആകാശം. പൃഥ്വി എന്ന് വെച്ചാൽ പാർത്ഥിവ ദ്രവ്യങ്ങളെല്ലാം കാണപ്പെടുന്ന കാർബൺ, അയൺ, സിങ്ക്, സോഡിയം, പൊട്ടാസ്യം, ഇങ്ങനെയുള്ള എല്ലാ നമ്മുടെ ബോഡിയിലുണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഇങ്ങനെ പാർത്ഥിവ ദ്രവ്യങ്ങളെല്ലാം നമ്മുടെ ബോഡിയിലുണ്ട്. പിന്നെ ജലം, നമ്മുടെ ബോഡിയിൽ 60% വെള്ളം ആണെന്ന് നമ്മൾക്കറിയാം. പിന്നെ അഗ്നി, നമ്മുടെ ദഹനരസങ്ങളെല്ലാം അഗ്നിയിൽ പെടും. ബ്രെയിനും നെർവസ് സിസ്റ്റവും ഉൾപ്പെടുന്ന ആ ഒരു നാഡീ വ്യൂഹം അത് ആണ് ഈ വായുവിനെ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് വായു എന്ന് പറഞ്ഞാൽ പ്രാണശക്തിയാണ്, അത് ഇലക്ട്രോ മാഗ്നറ്റിക് പവറാണ്. അപ്പോൾ അതാണ് നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്നതും ഓരോ പ്രവർത്തനങ്ങളെ ചെയ്യിപ്പിക്കുന്നതും ആ എനർജി ഉള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ ആകാശം എന്ന് പറയുമ്പോൾ സ്പേസ് ആണ്, ഇരിക്കാനിടം ഉള്ള സ്പേസ് ആണ്. അപ്പോൾ ഈ 5 പഞ്ചഭൂതങ്ങൾ ചേർന്നാണ് നമ്മുടെ ശരീരം. ഇനി എനർജിയുടെ ലെവലിൽ പറയുകയാണെങ്കിൽ കോടാനുകോടി ആറ്റങ്ങൾ ചേർന്നാണ് നമ്മുടെ ശരീരം. ഒരു ആറ്റം എന്ന് പറയുമ്പോൾ ചിന്തിക്കുക, സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ന്യൂട്രോണും പ്രോട്ടോണും സെൻട്രൽ ന്യൂക്ലിയസ് ആയിട്ട്, ഇലക്ട്രോണുകൾ അതിന്റെ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ കാണപ്പെടുന്നു, പക്ഷെ ആ ഓർബിറ്റിന്റെ ബാക്കി ഭാഗം ശൂന്യമല്ലേ? അതുപോലെ എത്ര ഓർബിറ്റ് ഉണ്ടോ അത്ര ഓർബിറ്റിലും ഒരു പോയിന്റിലാവും ഇലക്ട്രോൺ ഉണ്ടാവുക, ബാക്കി ഭാഗം ശൂന്യം ആണ്. എന്ന് പറയുമ്പോൾ ഒരു ആറ്റത്തിൽ ശൂന്യതയല്ലേ കൂടുതൽ? ഒരു 0.001% അവിടെ മാറ്റർ ഉള്ളൂ, ബാക്കി 99.999 ശൂന്യമാണ്. അങ്ങനെ പറയുമ്പോൾ കോടാനുകോടി ആറ്റങ്ങൾ ചേർന്ന് നമ്മുടെ ബോഡിയിൽ ശൂന്യമല്ലേ കൂടുതൽ? അപ്പോൾ അങ്ങനെ ചിന്തിച്ചു നോക്കുക. അപ്പോൾ ശൂന്യമാണ് നമ്മുടെ ബോഡിയിലെങ്കിലും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സോളിഡ് ആയിട്ടുള്ള രൂപമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നത് മാത്രമാണ് ശരിയെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കാണും, പക്ഷെ അതിനപ്പുറം ഒരു സത്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ എനർജി, നമ്മൾ നെർവസ് സിസ്റ്റം പഠിക്കുമ്പോൾ എനർജി സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പഠിക്കുന്നില്ല. ഇപ്പോൾ ഹാർട്ടും വെയിനും ആർട്ടറിയും ചേർന്ന ആ ഒരു സിസ്റ്റത്തെ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയും. ലിംഫാറ്റിക് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, ഇതെല്ലാം പറയും. പക്ഷേ നമ്മൾ എനർജി സർക്കുലേറ്ററി സിസ്റ്റം എന്ന് നമ്മൾ കൊച്ചിലെ പഠിച്ചില്ല. പക്ഷേ നമ്മുടെ ഒരു ന്യൂറോണിലൂടെയും നമ്മുടെ ഇമ്പൾസ് ഒക്കെ പോകുന്നത് അയണീകരണം കൊണ്ടാണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജാണ് അവിടെ അത് സംവദിക്കുന്നത്. അപ്പം എനർജിയിലൂടെയാണ് ഇത്
ഇലക്ട്രോമാഗ്നറ്റിക് പവറാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് എനർജി ഹീലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവാത്തതും ഉൾക്കൊള്ളാൻ പറ്റാത്തതും വിശ്വസിക്കാൻ പറ്റാത്തതും. എൻ്റെ അനുഭവത്തിൽ ശാസ്ത്രപരമായിട്ട് ഇതിനെ കാണണം, ശാസ്ത്രീയമാണല്ലോ. നമ്മുടെ ഭാരതീയമായിട്ടുള്ള യോഗശാസ്ത്രവും ആയുർവേദവും തന്ത്രശാസ്ത്രവും ഹൈലി ശാസ്ത്രീയമാണ്. അത് നമ്മുടെ മോഡേൺ സയൻസ് ഇപ്പം കണ്ടുപിടിച്ചിട്ടുള്ള അതിനേക്കാളും അതിൻ്റെ അപ്പുറത്ത് നിൽക്കുകയാണത്. ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സ് ഇപ്പോൾ ആധുനിക ശാസ്ത്രം പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പാണ് ഈ തന്ത്രശാസ്ത്രവും യോഗശാസ്ത്രവും ഒക്കെ ഇവിടെ ഉടലെടുത്തിട്ടുള്ളത്, ആയുർവേദവും ഒക്കെ. അപ്പോൾ പക്ഷേ നമുക്കിപ്പോഴും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത്ര കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എങ്ങനെ ഈ യന്ത്രവും മന്ത്രവും ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. കാരണം അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്, എനർജി നമ്മളിലൂടെ പാസ് ചെയ്യുന്നതും കിട്ടുന്നവർക്കും അത് ലഭിക്കുന്നത് അറിയുന്നു, അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. അങ്ങനെ അതുകൊണ്ട് നമുക്ക് അനുഭവിച്ചറിയാം. ഇത് ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ എനർജി ലെവലിലേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അനുഭവത്തിലൂടെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളതെല്ലാം നമുക്ക് എക്സ്പെരിമെൻറ്റിലൂടെയും നേരിട്ട് കണ്ടും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇത് നമുക്ക് അനുഭവിച്ച് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരുന്നത്. പക്ഷേ മിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യർ തന്നെ പലതരമുണ്ട്. ഇപ്പം ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കും ചില ആൾക്കാർ, അവർക്ക് കാണുന്നത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതെ, എനിക്ക് തോന്നുന്നത് ഈ യുക്തിവാദികളൊക്കെ ആ ടൈപ്പാണ്. വിവാദം ഉണ്ടായേക്കാം, പക്ഷെ യുക്തിവാദികളെല്ലാം ആ ടൈപ്പാണ്. യോഗയെ പോലും ആയുർവേദത്തെ പോലും ശാസ്ത്രമായിട്ട് അവർ കാണുന്നേയില്ല. തന്ത്രശാസ്ത്രത്തെ പിന്നെ ഒട്ടും കാണില്ല. കാരണം അതിന് പ്രപഞ്ചശക്തിയെയും നമ്മുടെ പ്രാണശക്തിയെയും കുറിച്ച് മാത്രം, അതിനെ കൊണ്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് തന്ത്രശാസ്ത്രം. അതുകൊണ്ട് അത് അനുഭവിക്കാൻ അവർ തയ്യാറാവുന്നില്ല. കുറച്ച് സമയം ഒരു മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുകയോ അല്ലെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്തു വേണം അവരിത് ശരിയോ തെറ്റോ എന്നറിയാൻ. നമ്മളൊരു ശാസ്ത്രം പഠിക്കാതെ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാതെ തെറ്റാണ് അങ്ങനെയൊന്നും എന്ന് പറയരുത്. നമ്മൾ അത് പഠിക്കുകയും നമുക്കറിയില്ലെന്നേ പറയാവൂ, അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ല, അനുഭവിച്ചിട്ടില്ല എങ്കിൽ നമ്മളതിനെ നമുക്കറിയില്ലെന്നേ പറയാവൂ. അല്ലാതെ നമ്മൾ അത് ശരിയല്ല എന്ന് പറയാൻ പാടില്ല. മാം, ഈ യോഗയല്ലേ ആദ്യം പഠിച്ചത്? അപ്പം യോഗ കഴിഞ്ഞിട്ട് റേക്കിയിലേക്ക് വരുമ്പോൾ അത് റേക്കി കൂടുതലായിട്ട് ആ ദീക്ഷ എടുക്കുമ്പോഴും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും കൂടുതലായിട്ട് സഹായിച്ചിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ യോഗ? ഇപ്പം നമ്മൾ ക്രിയായോഗ എന്ന് പറയുന്നത് യോഗശാസ്ത്രത്തിലെ 8 അംഗങ്ങളാണ്. അഷ്ടാംഗ യോഗ എന്ന് പറയും. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി. ഇതാണ് 8 അംഗങ്ങൾ. ഈ 8ാമത്തെ അംഗമായിട്ടുള്ള സമാധി എന്ന് മോക്ഷം എന്നൊക്കെ പറയും. ആ ഒരു പദത്തിലേക്ക് എത്തുന്നതിനാണ് നമ്മൾ 7 പടികളും, യമം മുതലുള്ള ധ്യാനം വരെയുള്ള 7 പടികൾ അതിനു വേണ്ടിയാണ്. അപ്പോൾ ഈ 7 പടികളിൽ പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം എന്നുള്ള 4 പടികളാണ് ക്രിയായോഗ. അതിന് പല ലെവലുണ്ട്. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത്, കുറച്ചുകൂടി ഹയർ ലെവലിലുള്ളത്, ഏറ്റവും ഇപ്പോൾ ഹിമാലയത്തിലുള്ള യോഗികളൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഹയർ ലെവലിലുള്ള മെഡിറ്റേഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ യോഗശാസ്ത്രം പഠിച്ചു എങ്കിലും ഈ ക്രിയായോഗയിൽ പെടുന്ന ഹയർ ലെവൽ മെഡിറ്റേഷൻസ് യോഗ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നില്ല. അത് നമ്മൾ BAMSൻ്റെ സബ്ജക്റ്റാണ്. പിന്നെ ഞാൻ വ്യാസ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. പിന്നെ നിത്യാനന്ദ സരസ്വതിയുടെ യോഗ പഠിച്ചു. അപ്പോൾ ഇതെല്ലാം പഠിച്ചെങ്കിലും ഇങ്ങനൊരു ആധ്യാത്മിക രീതിയിലേക്ക് പോകുന്ന വിധം നമ്മൾ പ്രാണായാമവും മെഡിറ്റേഷൻസും പഠിക്കണില്ല. പക്ഷെ അത് ഞാൻ പിന്നെ ക്രിയായോഗ ദീക്ഷ എടുക്കുമ്പോഴാണ് അത് പഠിക്കുന്നത്. അത് മഹാവതാർ ഗുരുബാബാജിയുടെ പരമ്പരയിലൂടെയാണ്. ലാഹിരി മഹാശയൻ, അദ്ദേഹത്തിൻ്റെ പ്രപൗത്രനായ ശിബേന്ദു ലാഹിരിയിൽ നിന്നാണ് ഞാൻ ക്രിയായോഗ ദീക്ഷ എടുക്കുന്നത്. എൻ്റെ പല ലെവൽ ദീക്ഷകൾ എടുത്തു. പിന്നെ പല ഗുരുക്കന്മാരിൽ നിന്നും എനിക്ക് ദീക്ഷകൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2004 വേറൊരു ഗുരു, പിന്നീട് ഒരു ഹിമാലയത്തിലും തിബറ്റിലുമായിട്ട് ജീവിക്കുന്ന ഒരു ഗുരു, അങ്ങനെ പലരിൽ നിന്നും എനിക്ക് ദീക്ഷ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ക്രിയായോഗ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. ബാബാജിയിൽ നിന്നും ഇങ്ങനെ ദീക്ഷ എടുക്കുന്ന സമയത്ത് ഗുരുബാബയിൽ നിന്നും നേരിട്ടല്ല, അവരുടെ ശിഷ്യരിൽ നിന്നാണല്ലോ കിട്ടിയത്. അപ്പോൾ അങ്ങനെ അവരുടെ ബ്ലെസ്സിങ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ബാബാജിയെ കാണാനോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു അദ്ദേഹത്തിന്റെ പ്രസൻസ് എല്ലാം ഫീൽ ചെയ്യാനോ സാധിച്ചിട്ടുണ്ടോ മാമിന്?
ബാബാജി, മഹാവതാർ ബാബാജിയെ കാണണമെന്ന് മാമിൻ്റെ നാച്ചുറലി ആ മനസ്സിൽ ആഗ്രഹം കാണുമല്ലോ. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും സ്വപ്നത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഒരു ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ആരിൽ നിന്ന് കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? മഹാവതാർ ഗുരു ബാബാജി ശരിക്കും എനിക്ക് എൻ്റെ മാനസ ഗുരുവാണ്. മനസ്സുകൊണ്ട് ഗുരുവായിട്ട് സ്വീകരിച്ചു. എൻ്റെ ഏറ്റവും എനിക്ക് ഗുരുക്കന്മാരുണ്ട്, പക്ഷെ അവരിൽ നിന്നും ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു ഗുരുവായിട്ട് ഞാൻ മനസ്സിൽ അദ്ദേഹത്തെ സങ്കല്പിച്ചിട്ടുണ്ട്. എൻ്റെ മാനസ ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ എപ്പോഴും, നമുക്ക് രൂപം അറിയില്ല, ശ്രീ എം പറഞ്ഞിട്ടുള്ളതും ലാഹിരി മഹാശയന്റെ തന്നെ ശിഷ്യനായിട്ടുള്ള മഹേശ്വർനാഥ് വരച്ചിട്ട ചിത്രവുമൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു യോഗിയുടെ ആത്മകഥ എഴുതിയ പരമഹംസ യോഗാനന്ദനിലൂടെയും ശ്രീ എമ്മിലൂടെയും ഒക്കെയാണ് നമ്മൾ ഗുരുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഭയങ്കരമായൊരു അടുപ്പം ഫീൽ ചെയ്യും. അത് ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു ഫീലിംഗ് ആണത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എൻ്റെ തേർഡ് ഐയിൽ എപ്പോഴും വിഷ്വലൈസ് ചെയ്യും. ഞാൻ അദ്ദേഹത്തെ എപ്പോഴും വണങ്ങുന്നുണ്ട്, എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. എന്നെങ്കിലും ഒരു രൂപത്തിൽ എന്നെ കാണിച്ചു തരണം, എൻ്റെ മുന്നിൽ വരണം എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുമുണ്ട്. അതിനുവേണ്ടി കൈലാസം വരെ പോകാൻ ഞാനിങ്ങനെ ഒരുക്കാണ്, കാത്തിരിക്കുക. അതെ, കൈലാസത്തിൽ അദ്ദേഹം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത്രമാത്രം അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു രൂപത്തിൽ കാണാൻ ഞാൻ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആ ബ്ലെസ്സിങ് ഉറപ്പായിട്ടും ഉണ്ടായതുകൊണ്ടാണ് മാമിന് ഈ ഒരു ലെവലിലേക്ക് എത്താൻ സാധിച്ചത്, അല്ലേ? അദ്ദേഹത്തിന്റെ നമ്മളിപ്പോൾ ഈ ഒരു ശാസ്ത്രം, യോഗ, ക്രിയായോഗ, തന്ത്രശാസ്ത്രം, ആയുർവേദം ഒരു സ്പിരിച്വൽ തലത്തിൽ നിൽക്കുന്ന ഒരു ശാസ്ത്രം തന്നെയാണ്. കാരണം ദർശനങ്ങൾ, സാഖ്യ ശാസ്ത്രം മുതലുള്ള ദർശനങ്ങളിൽ അധിഷ്ഠിതമാണ്. അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ആയുർവേദം, യോഗ, തന്ത്രം ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആയുർവേദവും അങ്ങനെ ഒരു ചികിത്സാ പദ്ധതി തന്നെയാണ്. അപ്പോൾ ഇതിലൊക്കെ 24 മണിക്കൂറും എനിക്ക് നിൽക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഇത്രയും വർഷം 2002 മുതൽ ഇതിൽ തന്നെ ജീവിക്കാൻ പറ്റുന്നതും മുഴുവൻ സമയവും ഇതിൻ്റെ പ്രചാരണവുമായിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നതും ആ ഒരു ഗുരുവിൻ്റെയൊക്കെ ഒരു ബ്ലെസ്സിങ്ങും അത് യൂണിവേഴ്സിൻ്റെ ഒരു സെലക്ഷനും കൂടെയാണെന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇത്ര സമയം ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ അങ്ങനെ ആക്കി, അല്ലേ? ഗുരുവായൂരെന്ന് പറയുമ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു, അങ്ങനെ ഒരു വൈബുള്ള ഒരു സ്ഥലം, ആധ്യാത്മികത ആഗ്രഹിക്കുന്നവരെല്ലാം വരുന്നൊരു സ്ഥലം. അപ്പോൾ അവിടെ എനിക്ക് നിൽക്കാനും എല്ലാവരും പഠിക്കാൻ എൻ്റെ അടുത്ത് വരാൻ സാധിക്കുന്നൊരു സ്ഥലം. ഇപ്പോൾ റെക്കി ദീക്ഷ തന്നെ 3600-ൽ പരം ആൾക്കാർ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ യോഗശാസ്ത്രം നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ ആൾക്കാർ ശരീരം അനങ്ങുന്നത് ഇഷ്ടപ്പെടുന്നേ ഇല്ല. എല്ലാവർക്കും അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. എല്ലാവർക്കും അനങ്ങാതെ ഇങ്ങനെ സുഖമായിട്ടിരിക്കാനാണ് ഇഷ്ടം. എങ്കിലും എല്ലാ സിസ്റ്റം നന്നായി നടക്കാനും നമ്മുടെ ബ്രെയിൻ നന്നായി പ്രവർത്തിക്കാനും നമ്മുടെ ഓരോ കോശങ്ങളും, ബ്രെയിൻ സെൽസ് എല്ലാം പ്രവർത്തനക്ഷമമായാലാണ് നമുക്ക് ഏറ്റവും ക്വാളിറ്റേറ്റീവായിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. അതിനുള്ള മാർഗം ആണ് യോഗശാസ്ത്രം. അപ്പോൾ അങ്ങനെ ശരീരത്തെ ബലിഷ്ഠമാക്കി മനസ്സിനെ കൺട്രോളിൽ വരുത്തി ഇന്ദ്രിയങ്ങളെല്ലാം ശക്തിപ്പെടുത്തി ബുദ്ധി കേന്ദ്രമായിട്ടുള്ള ബ്രെയിനിനെ ഏറ്റവും പവർഫുള്ളാക്കി നിർത്തുന്നതിനാണ് യോഗശാസ്ത്രം. അപ്പോൾ അത് നമുക്ക് ഒരുപാട് കേസുകളിൽ നമുക്ക് യോഗശാസ്ത്രം അത്യാവശ്യമാണ്. ഇപ്പോൾ പല രോഗങ്ങളും വരുന്നത് പേശികളുടെ ബലക്കുറവുണ്ടാവാം, ഓർഗൻസിൻ്റെ ബലക്കുറവുണ്ടാവാം, അങ്ങനെ ഒരുപാട് ഈ എനർജി ബ്ലോക്കുകൾ കൊണ്ടാവാം. നമ്മളിപ്പോൾ ആഹാരം കഴിച്ചിട്ടുണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള ആഹാരം കഴിക്കുന്നത് കൊണ്ടും ഉടനെ വയറിലെ എനർജിയാണ് ബ്ലോക്ക് ആവുന്നത്. അപ്പോൾ അങ്ങനെ പലതരം ബ്ലോക്കുകൾ കൊണ്ടുള്ള അസുഖം നമ്മൾ പറയില്ലേ, ഒരു ദുർമേധസ്സുണ്ട്, അതൊക്കെ ബ്ലോക്കാണ്. ഓരോ അവയവങ്ങൾ, ഇന്റേണൽ ഓർഗൻസിന്റെ പുറമേയൊക്കെ ഇങ്ങനെ ആ ബ്ലോക്കുകൾ ഉണ്ടാവും. ഓരോ വ്യക്തിക്കും ഉണ്ടാവും. ഈ തൊലിക്കടിയിലുണ്ടാവും, ഓരോ ഓർഗൻസിന്റെയും പുറമെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് നമുക്ക് പലതരം ബ്ലോക്കുകൾ ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം മാറ്റി നമ്മുടെ സിസ്റ്റത്തെ ഒക്കെ നന്നായി പ്രവർത്തിക്കുന്നതിനാണ് യോഗ ആസനങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷം പ്രാണായാമം ചെയ്ത് നമ്മുടെ ഒരു പ്രാണശക്തി വർദ്ധിപ്പിക്കണം. അങ്ങനെ അതിനു വേണ്ടി യോഗ ചെയ്ത് ഒരുപാട് തരം കേസുകളിൽ യോഗയാണോ അവർക്ക് വേണ്ടത് അത് നോക്കിയിട്ട് യോഗ പഠിപ്പിക്കുക ചെയ്യാം. പിന്നെ അവരിൽ ചില മാനസികവും ശാരീരികവും കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാവും. അതായത് വ്യക്തിപരമായിട്ട് എന്തെല്ലാം ഒരാൾക്ക് പ്രശ്നങ്ങൾ വരാം,
അവരുടെ അനുഭവങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മറ്റ് വ്യക്തികൾ കാരണം അവരിൽ ഏൽക്കുന്ന കുറേ ആഘാതങ്ങൾ, മാനസിക ആഘാതങ്ങൾ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുണ്ടാവും, ഇപ്പോൾ വീടില്ല, പണം ഇല്ല, ജോലിയില്ല, എവിടെയും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല, മാനസികമായിട്ടും ശാരീരികമായിട്ടും സ്റ്റേബിളാകാൻ പറ്റുന്നില്ല. ഇപ്പോൾ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും, സാമൂഹ്യമായിട്ടുള്ള പ്രശ്നമുണ്ടാവും, കോൺഫിഡൻസ് കുറവുണ്ടാവും, ഒരിടത്തും ഒരാളുടെ മുന്നിൽ നിന്നിട്ടും കാര്യങ്ങൾ പറയാനുള്ള ഒരു കഴിവ് എല്ലാം ഉള്ളിലുണ്ടാവും, പക്ഷെ അത് പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റണില്ല, ആഗ്രഹം ഉണ്ടാവും പക്ഷെ ചെയ്യാൻ പറ്റണില്ല. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യന് സാമൂഹ്യമായിട്ട് ജീവിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ വരാവുന്നത് അതിനെല്ലാം പരിഹാരമായിട്ട് താന്ത്രിക് റെക്കിയാണ് ഏറ്റവും നല്ലത്. അതിന് എല്ലാവരും എന്നോട് ഒരുപാട് ആൾക്കാർ ഹീലിംഗ് ചോദിച്ചിട്ട് വരും. ഞാൻ പറയും ഹീലിംഗ് അവർക്ക് ആരോഗ്യമുള്ളവരാണെങ്കിൽ ഞാൻ പറയും ഹീലിംഗ് അവരവർ തന്നെ റെക്കി ദീക്ഷ എടുക്കുക. അപ്പോൾ സെൽഫായിട്ട് എന്നും ചെയ്യാം, എന്നും എപ്പോഴും സെൽഫായിട്ട് ഹീലിംഗ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ട ഗോൾ, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഇപ്പോൾ എല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷൻ അറിയാം. അപ്പോൾ അത് നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യുക, അത് ഇന്ന സമയത്ത് ഇന്ന രീതിയിലൊക്കെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ റെക്കിയിലെ യന്ത്രവും മന്ത്രവും കൊണ്ട് നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്, അതൊക്കെ പഠിപ്പിക്കും. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ എന്താണോ നേടേണ്ടത്, നമുക്ക് എന്താണോ ആയിത്തീരേണ്ടത്, അതെല്ലാം എങ്ങനെയാണ് നേടേണ്ടതെന്നുള്ള രീതി നമ്മൾ പഠിപ്പിക്കും, റെക്കിയിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ യന്ത്രവും മന്ത്രവും ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ ആൾക്കാർ ലോ ഓഫ് അട്രാക്ഷൻ എൻ്റെ രീതിയിൽ ചെയ്യുന്നതിനേക്കാളും 1000 മടങ്ങ് പവർഫുള്ളാവും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും റെക്കി പഠിക്കാൻ കുറച്ച് ദിവസത്തെ ഒരു കാര്യമല്ലേ ഉള്ളൂ. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദീക്ഷയ്ക്ക് മുമ്പായിട്ട് ഓൺലൈനായിട്ട് പല ജില്ലകളിലും പല രാജ്യങ്ങളിലും ഉള്ളവരൊക്കെ റെക്കി പഠിക്കാൻ വരാറുണ്ട്. അപ്പോൾ അവർക്ക് കുറേ ദിവസം അവിടെ ഒന്ന് താമസിച്ച് പഠിക്കുന്ന ആ ചിലവ് ഒഴിവാക്കാൻ പറ്റും. ഓൺലൈനായിട്ട് മെഡിറ്റേഷനൊക്കെ പഠിക്കുന്നു. അതിനുശേഷം 2 ദിവസം അവിടെ താമസിച്ച് ദീക്ഷ എടുക്കുക. യന്ത്രവും മന്ത്രമൊക്കെ നമ്മൾ നേരിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. അത് വരയ്ക്കാനൊക്കെ പഠിക്കണം. അപ്പോൾ യന്ത്രം ചിത്രമല്ല, അത് യന്ത്രം എന്ന് വെച്ചാൽ അത് വരയ്ക്കേണ്ട രീതിയിൽ തന്നെ വരയ്ക്കണം, മന്ത്രം പറയേണ്ട രീതിയിൽ തന്നെ പറയണം. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റിയാൽ അത് മന്ത്രമാവില്ല. ഇംഗ്ലീഷിൽ തന്നെയാണ്. ഇംഗ്ലീഷല്ല, അത് ശരിക്കും അത് ജപ്പാനാണല്ലോ. പക്ഷേ ജപ്പാനാണെങ്കിലും ആ യന്ത്രം കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ തന്ത്രത്തിൽ നിന്ന് പോയതാണെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം. അപ്പോൾ ആ യന്ത്രവും മന്ത്രവും ശരിക്കും വരയ്ക്കാനും പറയാനും ഒക്കെ പഠിക്കണം. എങ്ങനെയാണ് നമ്മൾ തന്ത്ര സാധന ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ നേരിട്ട് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. ഞാൻ നോട്ട്സൊക്കെ കൊടുക്കും. കംപ്ലീറ്റ് സാധന ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും ഞാൻ തന്നെ എഴുതി തയ്യാറാക്കിയ നോട്ട്സ് കൊടുക്കും. പിന്നെ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയ നോട്ട്സ് കോപ്പി കൊടുക്കും. അങ്ങനെ നോട്ട്സൊക്കെ ധാരാളമുണ്ട്, അതെല്ലാവർക്കും കൊടുക്കും. അങ്ങനെ അവർ 2 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് പിന്നെ വീണ്ടും ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. റെക്കി ദീക്ഷ കഴിഞ്ഞിട്ടുള്ള മെഡിറ്റേഷൻ ഉണ്ട്, അത് ഏറ്റവും പവർഫുള്ളാണ്. ആ മെഡിറ്റേഷൻസ് ക്രിയായോഗയിൽ പോലും കൊടുക്കില്ല. അങ്ങനെയുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. പിന്നീട് ഇനി പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടി എടുക്കുന്ന ക്ലാസ്സുകളിലെല്ലാം ഈ കഴിഞ്ഞു പോയവർക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നെ ദീക്ഷ കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളിലെല്ലാം ഇതുവരെ ദീക്ഷ കഴിഞ്ഞവർക്കെല്ലാം അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇതൊരിക്കലും അവരുടെ കോഴ്സ് കഴിയുമ്പോൾ തീരുന്നതല്ല ഈ ഒരു കണക്ഷൻ. പിന്നെ ആജീവനാന്തം നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. നമ്മൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ ഓരോ ക്ലാസ്സിൻ്റെ കുറിച്ചും ഉള്ള വിവരങ്ങൾ എഴുതും, ലിങ്ക് ഇട്ട് കൊടുക്കും. പറ്റുന്നവരൊക്കെ ക്ലാസ്സുകളിൽ കയറാം. പിന്നെ 2006 ഞാൻ റെക്കി ദീക്ഷ കൊടുക്കാൻ തുടങ്ങിയത്. അന്ന് മുതലുള്ളവർ ഇന്നും അവർക്ക് സമയം കിട്ടുമെങ്കിൽ അവിടെ ക്ലാസ്സുള്ള ദിവസം നേരിട്ട് അറ്റൻഡ് ചെയ്യും. അപ്പം അങ്ങനെ സൗകര്യമുണ്ട്. നേരിട്ട് വന്ന് എപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. അതിനുവേണ്ടി അവിടെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ ശരിക്കും ഞാനതിനെ ഒരു ആശ്രമ തുല്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്കൊരു ആശ്രമം പോലെ ഒരു സ്ഥലം, ഇടം ഒരുക്കണം എന്നാണ് എൻ്റെ ഇനിയുള്ള ആഗ്രഹം. ഞാൻ ജോലി ചെയ്യുന്നതൊക്കെ ഇനി അതിനു വേണ്ടിയാണ്. അങ്ങനെ ഒരു
ഇടം ഒരുക്കുക എന്നുള്ളത്. അവിടെ വന്ന് താമസിക്കാനും ദീക്ഷ എടുക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു സ്ഥലം, സമാധാനപരമായിട്ട് ആർക്കും എപ്പോഴും അവിടെ വന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ പറ്റുന്ന, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരിടം. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ലല്ലോ. പഠിക്കാൻ വരുന്ന ബാച്ചും പിന്നെ ഏതാനും പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇപ്പൊ അവിടെ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ഒരു ആശ്രമം തുല്യമായിട്ടുള്ള ഒരു സ്ഥലം ഒരുക്കണം എന്നാണ് ഇനിയുള്ള എൻ്റെ ആഗ്രഹം. ഈ ദീക്ഷ